ശ്രീ സായിരാം. ആരണ്യകാണ്ഡം സീതാപഹരണം ഭാഗം 12. മാരീചൻ ശ്രീരാമചന്ദ്രൻ അഭയം കൊടുത്തതുകൊണ്ട് വലിയ ശ്രീരാമഭക്തനായി മാറിയിരുന്നു. അപ്പോൾ രാവണൻ ഒറ്റയ്ക്ക് രാത്രി സമയത്ത് തൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ തന്നെ മാരീചന് മനസ്സിലൊരു ദുശ്ശങ്കയുണ്ടായി. എന്തോ ഒരു പൊട്ടക്കാര്യം പറയാനായിട്ടാണ് ഈ നീചനായ രാവണൻ വരുന്നത്. കാര്യം അനന്തരവനൊക്കെ ആണെങ്കിലും രാവണന്റെ അധർമ്മ പ്രവർത്തികളെക്കുറിച്ച് മാരീചന് യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഉണ്ടായിരുന്നില്ല. രാവണൻ പറഞ്ഞു, അങ്ങ് എന്നെ സഹായിക്കണം. അങ്ങ് ഒരു പൊന്മാനായി വേഷം കെട്ടി സീതയെ ആകർഷിക്കണം. പഞ്ചവടിയിൽ പോയി സീതയെ ആകർഷിക്കണം. സീതയെ ആകർഷിക്കുമ്പോൾ സീത ശ്രീരാമനോട് പൊന്മാനിനെ പിടിച്ചു തരാൻ പറയും. അപ്പോൾ അങ്ങ് സൂത്രപ്പണി കാണിച്ച് ഓടി 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 ഒരുപാട് ദൂരെ രാമലക്ഷ്മണന്മാരെ അകറ്റണം. ആ സമയത്ത് ഞാൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുവരും. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ മാരീചൻ പറഞ്ഞു, രാവണ, നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞില്ലേ? എന്തിനാണ് ഇനിയും നീ ഒരുപാട് ദ്രോഹപ്രവൃത്തികൾ ചെയ്യുന്നത്? നീ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളല്ലേ? നീ ബ്രഹ്മാവിൻ്റെ തന്നെ പൗത്രനല്ലേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം നാരായണൻ അവതരിച്ച മൂർത്തിയാണ്. അഭയം തേടുന്നവർക്ക് ആശ്രയം തരുന്ന പരമകാരുണികനാണ്. അതുകൊണ്ട് നീ അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടാൻ പുറപ്പെടാതെ അദ്ദേഹത്തിനെ സുഹൃത്താക്കി മാറ്റൂ എന്നെല്ലാം ഉപദേശിക്കും. പക്ഷേ ദുഷ്ടന്മാരുടെ ചെവിയിലുണ്ടോ നല്ല ഉപദേശങ്ങൾ കയറുന്നു. രാവണൻ പറഞ്ഞു, നോക്ക്, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചന്ദ്രഹാസം കൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ മാരീചൻ വിചാരിച്ചു, ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് മോക്ഷം പോലും കിട്ടില്ല. അതേ സമയത്ത് ശ്രീരാമന്റെ ബാണമേറ്റാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് ശ്രീരാമ ദർശനവും മോക്ഷവും ലഭിക്കും. അതുകൊണ്ട് മാരീചൻ പറഞ്ഞു, ശരി, നീ പറയുന്നത് പോലെ ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദണ്ഡകാരണ്യത്തിലെത്തി. പഞ്ചവടിയില് ഈ പർണശാലയ്ക്കടുത്ത് ദൂരെ ഒരു മരത്തിന്റെ പുറകില് മറഞ്ഞു നിൽക്കും. അപ്പോൾ സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ആ പർണശാലയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുന്ദരനായ സ്വർണ്ണ നിറമുള്ള പൊന്മാൻ, സ്വർണ്ണ നിറമുള്ള മാനിൻ്റെ ശരീരത്തിലൊക്കെ രത്നങ്ങൾ കൊണ്ടുള്ള കുത്താണുള്ളത്. അങ്ങനെ അതിസുന്ദരനായ അപൂർവമായ ഒരു മാനിൻ്റെ രൂപം ധരിച്ചു മാരീചൻ. എന്നിട്ട് തുള്ളി കടക്കണ്ണുകൊണ്ട് നോക്കും, അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അങ്ങനെ സീതാദേവിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ സീത പറഞ്ഞു, ഹായ്, എന്തൊരു നല്ലൊരു പൊന്മാനാണിത്. ഇങ്ങനൊരു മാനിനെ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് കളിക്കാൻ നല്ല രസമുണ്ടാവും. ഭഗവാനെ, സ്വാമി, എനിക്കിതിനെ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ അതിനെ പിടിച്ചുകൊണ്ട് വരാം. സീത ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. സീത പുല്ല് കൊടുക്കും, അപ്പത്തേക്ക് ഓടിപ്പോവും. അടുത്ത് വരും, പിന്നെ ഓടിപ്പോവും. പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു, വേണ്ട ലക്ഷ്മണ, നീ സീതയ്ക്ക് കാവലിരുന്നാൽ മതി. യാതൊരു കാരണവശാലും സീതയെ ഉപേക്ഷിച്ചിട്ട് ഒരിടത്തും പോകാൻ പാടില്ല. കാരണം രാക്ഷസന്മാരുള്ള കാടാണ്, അപകടം വരാതെ നോക്കണം. ഞാൻ മാത്രം മതി, ഞാൻ പോയിട്ട് ഈ മാനിനെ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഭഗവാന് മനസ്സിലായി ഇത് മാരീചനാണെന്നും മാരീചന്റെ സൂത്രപ്പണിയാണെന്നും. നടക്കാൻ പോകുന്നതൊക്കെ ഭഗവാൻ അറിയാമല്ലോ. പക്ഷെ അതൊന്നും പുറമേക്ക് കാണിക്കാൻ പാടില്ല. ലക്ഷ്മണൻ അതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭഗവാൻ മാനിന്റെ പുറകെ പോവും. മാൻ എന്ത് ചെയ്യും? അടുത്ത് വരും, ഓടിപ്പോവും. പിന്നെ അടുത്ത് വരും, ഇപ്പം പിടിക്കാന്ന് വിചാരിക്കുമ്പോൾ ഓടിപ്പോവും. അങ്ങനെ ഓടി 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 ഒരുപാട് ദൂരെ, പർണശാലയിൽ നിന്ന് വളരെ ദൂരെ എത്തിയപ്പോഴത്തേക്കും ശ്രീരാമന് മനസ്സിലായി ഇത് മാരീചൻ തന്നെയാണ്. അപ്പോൾ ഇനി അതിനെ വധിക്കേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരമ്പെയ്ത് മാരീചനെ കൊന്നു. മാരീചൻ എന്ത് ചെയ്തു? ആ മരിക്കുന്ന സമയത്ത് പോലും ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് ശ്രീരാമന്റെ ശബ്ദത്തില് ഉറക്കെ കരയാൻ തുടങ്ങും. ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞ് കരയുന്ന ശബ്ദം കാട്ടിലല്ലേ, എക്കോ ഉണ്ടല്ലോ, അതിലൂടെ ഒഴുകി വന്ന് സീത കേട്ടു. സീത പറഞ്ഞു, ലക്ഷ്മണ, ജ്യേഷ്ഠന് എന്തോ പറ്റി. തീർച്ചയായിട്ടും രാക്ഷസൻ തന്നെ ആയിരുന്നു ആ മാൻ.
ജ്യേഷ്ഠൻ എന്തോ പറ്റിയതാ, ജ്യേഷ്ഠന്റെ ശബ്ദം കേൾക്കുന്നില്ലേ, കരയുന്ന ശബ്ദം. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ദേവി, ശ്രീരാമന്റെ വായിൽ നിന്ന് ഒരിക്കലും ഒരു കരച്ചിൽ വരില്ല. ശ്രീരാമദേവൻ ധീരനാണ്, വീരനാണ്, ശൂരനാണ്, ഒരിക്കലും കരയില്ല. ഇങ്ങനെ ഒരു ശബ്ദം എൻ്റെ ജ്യേഷ്ഠന്റെ വായിൽ നിന്ന് ഒരിക്കലും വരില്ല. അത് കള്ളത്തരമാണ്, രാക്ഷസന്മാരുടെ കാപട്യമാണ് എന്ന് പറയും. പക്ഷെ സീത എന്ത് പറഞ്ഞിട്ടും കേൾക്കില്ല. ലക്ഷ്മണ, നീ പോയില്ലെങ്കിൽ ഞാൻ തന്നെ പോകും അന്വേഷിച്ചിട്ട്. ശ്രീരാമദേവനെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ അന്വേഷിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണന് ഒരുപാട് വഴക്കു പറഞ്ഞു. പറയേണ്ടതും പറയാണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ദേഷ്യം എന്നാൽ നമ്മൾ എന്ത് പറയാന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ, അല്ലേ? വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതുപോലെ സീതാദേവിയും ഒരു നിമിഷം മറന്നുപോയി ആരാണ് താനെന്ന്. എന്നിട്ട് കണ്ടമാനം ലക്ഷ്മണനെ ഒരുപാട് ഭത്സിക്കും, ഒരുപാട് ശകാരിക്കും. അത് കേട്ട ലക്ഷ്മണൻ ചെവി പൊത്തിക്കൊണ്ട്, അയ്യോ, എനിക്കിതൊന്നും കേൾക്കണ്ടേ, ഇങ്ങനത്തെ ദുഷ്ടത എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നുന്നത്? ദേവി, നിന്റെ നാശം അടുത്തു, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. എൻ്റെ ജ്യേഷ്ഠനെ അനുസരിക്കാതിരുന്നാൽ എനിക്കുണ്ടാകുന്ന സങ്കടം നിനക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ നിവർത്തിയില്ലാതെ പറഞ്ഞു, ഞാനൊരു ലക്ഷ്മണ രേഖ വരയ്ക്കുകയാണ്. ആശ്രമത്തിൻ്റെ പർണശാലയുടെ 4 വശത്തും അമ്പുകൊണ്ട് നല്ല 2 വര വരയ്ക്കുകയാണ്. അത് മന്ത്രങ്ങളുള്ള വരയാണ്. ആ മന്ത്രത്തിൽ, ആ വരയിൽ ആര് ചവിട്ടിയാലും അഗ്നി വരും, തീ ഉണ്ടാവും. തീ ഉണ്ടായിട്ട് ആ കയറുന്നവർ മരിച്ചു പോകും. അതുകൊണ്ട് പറഞ്ഞു, ദേവി, യാതൊരു കാരണവശാലും ഈ രേഖയുടെ അപ്പുറത്തേക്ക് പോകരുത്, ലക്ഷ്മണ രേഖയിലെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അങ്ങ് അങ്ങനെ അനുസരിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മണൻ വളരെ സങ്കടത്തോടു കൂടി അവിടുന്ന് പോവുകയാണ്. ലക്ഷ്മണൻ പോകുന്ന കണ്ടപ്പോൾ എന്തുണ്ടായി? ഒളിച്ചു നിൽക്കുന്ന രാവണൻ അത് കണ്ടു. വേഗം തന്നെ നല്ല ഒരു സന്യാസിയുടെ രൂപത്തില്, വേഷമല്ല, രൂപത്തിൽ തന്നെ വന്നിട്ട്, ദേവി, അമ്മ, എനിക്ക് ഭിക്ഷ നൽകൂ, ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. അപ്പൊ ധാരാളം മുനിമാരും സന്യാസിമാരുമുള്ള സ്ഥലമാണല്ലോ ദണ്ഡകാരണ്യം. അപ്പൊ സീതാദേവി വിചാരിച്ചു, ആ, ശരിയായ നല്ലൊരു സന്യാസി വര്യനാണല്ലോ വന്ന് നിൽക്കുന്നത്. പക്ഷെ സീതാദേവി പറഞ്ഞു, സ്വാമി, എൻ്റെ പ്രാണനാഥനും എൻ്റെ അനുജനും അവർ രണ്ടാളും കുറച്ച് ദൂരെ പോയിരിക്കുകയാണ്, ഇപ്പൊ മടങ്ങി വരും. അവർ മടങ്ങി വന്ന ഉടൻ തന്നെ അങ്ങേക്ക് ഭിക്ഷ നൽകാം എന്ന് പറഞ്ഞു. അതെന്തിനാണ് ഞാൻ അത്ര സമയം കാത്തു നിൽക്കുന്നത്? അത് മര്യാദയാണോ? ഒരാൾ വന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തരണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി ഭക്ഷണ സാധനങ്ങളൊക്കെ, ഫലമൂലാദികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ലക്ഷ്മണരേഖയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ കപട സന്യാസിയായ രാവണന് നേരെ നീട്ടും. അപ്പൊ രാവണൻ പറഞ്ഞു, ഇതെന്ത് മര്യാദയാണ്? അങ്ങേക്ക് കുലമര്യാദകളൊന്നും അറിയില്ലേ? ഒരാൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ ഒരു വരയുടെ അപ്പുറത്ത് നിന്നുകൊണ്ടാണോ നൽകുന്നത്? ഇപ്പുറത്ത് വരണ്ടേ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സീതാദേവി വിചാരിച്ചു, ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണരേഖയുടെ അപ്പുറത്തേക്ക് കടന്നു. അപ്പുറത്തേക്ക് കടന്നതും എന്തുണ്ടായി? രാവണൻ തൻ്റെ ആകാരം മാറ്റി ആ ഘോര രൂപിയായ രാവണനായിട്ട് വന്നു. പെട്ടെന്നൊരു രഥവും അവിടെ വന്നു. സീതാദേവിയെ എടുത്തുകൊണ്ട് ആ രഥത്തിൽ കയറ്റിയിരുത്തും. എന്നിട്ട് ആകാശത്തുകൂടെ പറന്നു പോകുന്ന രഥമാണ്. പറന്നു പോകുമ്പോഴത്തേക്കും ഹാ രാമ, ഹാ ലക്ഷ്മണ, അനുജ, ഹാ രാമ, ഹാ രാമ എന്ന് പറഞ്ഞിട്ട് സീതാദേവി കരയാൻ തുടങ്ങും. സീതയുടെ വിലാപം എല്ലാ മുനിമാരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാവണൻ അതിക്രൂരനും ധീരനും ഒക്കെ അല്ലേ, അയാളെ എതിർക്കാൻ അവർക്ക് പറ്റില്ല. അവരെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കും. പക്ഷെ ജടായു അത് കേട്ടിട്ട് അടങ്ങിയിരുന്നില്ല. ജടായു വളരെ ധീരനായ ഒരു പക്ഷിയാണ്, വളരെ വലിപ്പമുള്ള പക്ഷിയാണ്. വേഗം ഉയർന്ന് രാവണനെ കൊത്തി മുറിവേൽപ്പിക്കുക, രാവണന്റെ രഥം തകർക്കുക, വലിയ ചിറകുകൾ കൊണ്ട് അടിച്ച് രാവണനെ താഴെ ഇടാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ചെയ്ത് രാവണന്റെ രഥമൊക്കെ തകർന്ന് താഴെ വീണു. താഴെ വീണപ്പോൾ രാവണന് ഭയങ്കര ദേഷ്യം വന്നിട്ട് വേറൊരു രഥം ഉണ്ടാക്കി. രാവണൻ മായാവിയല്ലേ, എന്തും ഇച്ഛ പോലെ ഉണ്ടാക്കാൻ സാധിക്കും. വേഗം വേറൊരു രഥത്തിൽ കയറിയിട്ട് പുറകെ മുകളിലേക്ക് പറക്കുമ്പം വീണ്ടും ജടായു മുകളിൽ ചെന്നിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ രാവണന് ക്ഷമ നശിച്ചു. എന്ത് ചെയ്തു? ചന്ദ്രഹാസം എടുത്ത് ഈ ജടായുവിൻ്റെ 2 ചിറകുകളും വെട്ടി നുറുക്കി താഴെ ഇട്ടു. ചിറക് പോയാൽ പിന്നെന്താ? ചിറകറ്റ പക്ഷിയായ എന്ത് ചെയ്യും? ജടായും അതുപോലെ താഴെ വീണു. രക്തമൊലിച്ചു താഴെ കിടക്കുന്ന ജടായുവിനോട് സീതാദേവി പറഞ്ഞു,
രാവണൻ എന്നെ കട്ടുകൊണ്ടുപോയ വിവരം ശ്രീരാമദേവനോട് പറയാതെ അങ്ങയുടെ ആയുസ് തീരില്ല. ശ്രീരാമദേവൻ വന്ന ശേഷം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മാത്രമേ അങ്ങ് മരിക്കുകയുള്ളൂ എന്നൊരു അനുഗ്രഹം സീതാദേവി നൽകും. എന്നിട്ട് രാവണൻ സീതാദേവിയും കൊണ്ട് അങ്ങനെ പോയി. ഈ സമയത്ത് മാരീചനെ കൊന്നപ്പോ മാരീചൻ കരഞ്ഞതൊക്കെ രാവണൻ കേട്ടല്ലോ. അത് കണ്ടപ്പോൾ മാരീചന്റെ രാക്ഷസ രൂപവും കണ്ടു, മാരീചനാണെന്ന് മനസ്സിലായി. അപ്പം നോക്കിയപ്പോൾ എന്താ, ദൂരേന്ന് ലക്ഷ്മണൻ അങ്ങനെ വരുന്നു. ലക്ഷ്മണൻ വളരെ സങ്കടപ്പെട്ടാണ് വരുന്നത്. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സീതാദേവിയെ ഉപേക്ഷിച്ച് വരരുതെന്ന്? അവിടെ രാക്ഷസന്മാരൊക്കെ ഉള്ളതല്ലേ, നീ ഇപ്പൊ എന്താവും? സീതാദേവിക്ക് എന്തുണ്ടായോ എന്തോ, അവർ പിടിച്ചോണ്ട് പോയോ, കൊന്നുകളഞ്ഞോ, ഒന്നും അറിയാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങ് പറയുന്നത് ഒരിക്കലും അനുസരിക്കാതിരിക്കില്ല. പക്ഷേ സീതാദേവി എന്നെ ഒരുപാട് ശകാരിച്ചു. ശകാരം കേട്ട് നിവർത്തികേടുകൊണ്ട് സീതാദേവി പറഞ്ഞു, ഞാൻ തന്നെ പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിവർത്തിയില്ലാതെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. രണ്ടാളും കൂടെ വേഗം ഓടി പെട്ടെന്ന് തന്നെ നടന്ന് ആശ്രമത്തിലെത്തി. അവിടെ എല്ലാം നോക്കിയപ്പോൾ എന്താ, ആശ്രമത്തിൽ ഒരിടത്തും സീതാദേവി ഇല്ല. ആശ്രമത്തിന്റെ മുറ്റത്തുമില്ല, പുറത്തുമില്ല, അകത്തുമില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി സീതാദേവിയെ രാക്ഷസന്മാരാരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഇനി അന്വേഷിക്കാനായിട്ട് അവര് ആ പർണശാലയുടെ പുറത്തിറങ്ങി ആ കാട്ടിലൂടെ കുറച്ചു ദൂരം അങ്ങനെ നടക്കുമ്പോൾ ജടായു അവിടെ കിടക്കുന്നത് കണ്ടു, മുറിവേറ്റ് കിടക്കുന്നത് കണ്ടു. അപ്പൊ ജടായുവിന്റെ അടുത്ത് നിന്നപ്പോ ജടായു പറഞ്ഞു, രാവണനാണ്. പറയാനൊന്നും വയ്യ, മരിക്കാറായില്ലേ, ശബ്ദമൊക്കെ പതുക്കെ ആയിപ്പോയി. പറഞ്ഞു, രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ എതിർക്കാൻ നോക്കി സ്വാമി, പക്ഷെ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടായില്ല. കുറേ എതിർത്തു, പക്ഷെ അയാൾ എൻ്റെ പക്ഷങ്ങൾ അറുത്ത് കളഞ്ഞു, അതുകൊണ്ട് ഞാൻ താഴെ വീണുപോയി. പക്ഷെ സീതാദേവി അങ്ങ് മടങ്ങി വരുന്നത് വരെ എൻ്റെ ജീവൻ പോകില്ല എന്നൊരു അനുഗ്രഹം തന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ വളരെ കാരുണ്യത്തോടുകൂടി ജടായുവിന്റെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെക്കുന്നു. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം വായിലൊഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ദശരഥ മഹാരാജാവിന് പോലും കിട്ടാത്ത മഹാഭാഗ്യമാണ് അങ്ങ് എനിക്ക് തന്നത്. അദ്ദേഹത്തിന് പുത്രന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് പുത്രന്റെ മടിയിൽ കിടന്ന് മരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ വെറും പക്ഷിയായ എനിക്ക് അങ്ങ് ആ ഭാഗ്യം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു സ്വാമി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ സുന്ദരമായ മുഖത്ത് നോക്കി നോക്കി ആ പുണ്യവാനായ ജടായു മരിച്ചുപോയി. അപ്പൊ എന്ത് ചെയ്തു, ശ്രീരാമൻ ലക്ഷ്മണനും വേഗം തന്നെ അവിടെ ചിതയൊരുക്കി ജടായുവിന്റെ ദേഹം ദഹിപ്പിച്ച് അദ്ദേഹത്തിന് മക്കൾ ചെയ്യുന്നത് മാതിരി, പുത്രന്മാരെങ്ങനെയാണോ അച്ഛൻ്റെ ബലികർമാദികൾ ചെയ്യുന്നത്, അതുപോലെ ജടായുവിന് വേണ്ടി എല്ലാ ബലികർമാദികളും ചെയ്ത് ജടായുവിൻ്റെ ആത്മാവിന് മോക്ഷം നൽകുന്നു. അതിനുശേഷം ശ്രീരാമനും ലക്ഷ്മണനും നീ എന്താണ് ചെയ്യുക, നമുക്ക് സീതയെ അന്വേഷിച്ച് കാടുകൾ തോറും അലയാം, അതിനായിട്ട് പുറപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് സീതാന്വേഷണത്തിന് പുറപ്പെടുന്നു. ഇനി എന്താകുമെന്ന് നാളെ പറയാം. സായിരാം.